സിനിമാക്കാരൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജൻ പ്രമോദ് ഒരുപാട് നാളുകൾക്ക് ശേഷം കഥ എഴുതി സംവിധാനം ചെയ്ത ഓ ബേബി എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ഈ ചിത്രത്തിലെ ട്രെയിലറിൽ തിയേറ്റർ റിലീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും തിയേറ്റർ റിലീസിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. പിന്നീട് ഇപ്പോൾ OTT-ൽ 2 ദിവസം മുന്നേ സ്ട്രീം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സിനിമ കുറച്ചുകൂടി കൂടി ആളുകൾക്ക് എത്തി തുടങ്ങിയതെന്ന് തോന്നുന്നു. ഓ ബേബി എന്ന് പറഞ്ഞാൽ ഉദയത്ത് ബേബി, അതായത് ഡിലീഷ് പോത്തനാണ് ആ ക്യാരക്ടറിനെ അഭിനയിക്കുന്നത്. ആക്ഷൻ ഡ്രാമ ഫിലിം എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പകുതി എത്തുന്നത് വരെ നമുക്ക് വലിയ ആക്ഷനൊന്നും പിന്നെ അത് കാണാൻ കഴിയില്ല. പിന്നീട് നമുക്ക് കുറച്ച് അങ്ങ് പോയി കഴിയുമ്പോഴാണ് സിനിമയിൽ കുറച്ച് ഇതൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. രഞ്ജൻ പ്രമോദിനെ കുറിച്ച് നമുക്കറിയാം. നേരത്തെ മോഹൻലാലിനെ വെച്ച് ഫോട്ടോഗ്രാഫർ എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ ഡിലീഷ് പോത്തനെ കൂടാതെ രഘുനാഥ് പാലേരി, ഹനിയ നഫീസ, കൂടാതെ പഴയ നടൻ സോമന്റെ മകൻ സജി സോമൻ, അതുപോലെ തന്നെ RDX-ൽ വില്ലനായ വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവരൊക്കെ വേറെ റോളുകളിൽ വന്നിട്ടുണ്ട്. പടം ഒരു ആവറേജ് ഫീലാണ് എനിക്ക് നൽകിയത്. ചിത്രത്തിന്റെ കഥയിലേക്ക് വന്നാൽ, ഓ ബേബി അതായത് ഉദയത്ത് ബേബി എന്ന് പറയുന്ന കഥാപാത്രം ഹൈറേഞ്ചിലെ ഒരു വലിയ കുടുംബത്തിലെ കാര്യസ്ഥനാണ്. വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏലത്തിന്റെ കൃഷി, 500 ഏക്കർ തോട്ടമൊക്കെ സ്വന്തമായിട്ടുള്ള വലിയൊരു കാരണവര്. ആ കാരണവരുടെ വലങ്കൈയാണ്. ആ കാരണവരെ പാപ്പി അപ്പച്ചൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അത് അവതരിപ്പിച്ചിരിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്നുള്ള നടനാണ്. ആരാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനാണ് രഘുനാഥ് പാലേരി. കുടുംബമുള്ളതായിട്ട് കാണിക്കുന്നില്ല. പിന്നീട് പറയുന്നത് സജി സോമനാണ്. പിന്നെ ഒരു മകളാണ്. ഇവർ 3 പേരാണ് ഡയറക്റ്റ് മക്കൾ. ഇവരുടെ ഇടയിലുള്ള ഒരു വലിയ കാര്യസ്ഥനാണ്. കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യസ്ഥനാണ് ഡിലീഷ് പോത്തന് ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ആ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമാണ്. സജി സോമന്റെ 2 പെൺമക്കളിൽ ഒരു മൂത്ത പെൺമകളെ കല്യാണം കഴിക്കുന്നതാണ്. അപ്പൊ മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് പെട്ടെന്ന് ഇഷ്ടമല്ല. അതിന് കുറെ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മൂത്ത പെൺകുട്ടിയേക്കാളും കൂടുതൽ ബോൾഡായിട്ട് ചിന്തിക്കുന്നതും കാര്യങ്ങൾ തുറന്നു പറയുന്നതും ഇളയ കുട്ടിയാണ്. ഇളയ കുട്ടി എപ്പോഴും ശക്തമായിട്ട് തന്നെ ഈ കല്യാണം അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻ്റെ കയ്യിലാണ് മുഴുവൻ സ്വത്തുകളും പണങ്ങളൊക്കെ നിലവിൽ കിടക്കുന്നത്. അതുകൊണ്ട് അപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ ചെലവ് കൂടി എല്ലാ പരിപാടികളും നടത്തി നമുക്ക് കല്യാണമൊക്കെ നടത്തും, കാര്യങ്ങൾ പണം കൊണ്ട് തന്നെ നടത്തണം എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും കല്യാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തുന്നതാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ കല്യാണം ഒരു താല്പര്യമില്ല എന്ന് തന്നെ അതേ പെൺകുട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ബോൾഡായിട്ട് തുറന്നു പറയുന്നത്. ആ ചടങ്ങുകളെ കഴിയുന്ന കുടുംബത്തിലേക്ക് കഥ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. പിന്നീട് അവരുടെ ഏലത്തിന്റെ കൃഷി, ഹൈറേഞ്ചിലേക്ക് വരുന്ന പണിക്കാര് ഏലം കൊണ്ടുപോയി വിൽക്കുന്നത്, ഒരു വിൽപ്പനയിൽ തന്നെ കാണിക്കുന്നത് 7.5 കോടി രൂപർക്ക് കിട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ തന്നെ കുടുംബത്തിന്റെ ആസ്തി നമുക്ക് മനസ്സിലാക്കാം. പിന്നീടാണ് കഥ ഡെവലപ്പ് ആവുന്നത്. സജി സോമന്റെ ഇളയ പെൺകുട്ടിയായ മിനി, അത് ഹനിയ നഫീസാണ് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചത്. വളരെ നന്നായ ചിത്രം. ആ കഥാപാത്രത്തെ ആ പെൺകുട്ടി ക്യാരി ചെയ്തിട്ടുണ്ട്. ഹനിയ നഫീസ് അവതരിക്കുന്ന കഥാപാത്രം ഡിലീഷ് പോത്തന്റെ മകൻ ബേസിലുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ 2 പേരും കൂടി ഹൈറേഞ്ചിൽ ഇവരുടെ തോട്ടത്തിന്റെ സൈഡിലായിട്ട് ഹട്ട് പോലെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിലീഷ് പോത്തന് ഇതെല്ലാം അപ്പാപ്പൻ അറിഞ്ഞിട്ട് വേണം. അപ്പാപ്പൻ അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഡിലീഷ് പോത്തൻ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണ് എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷേ ബേസിലും മിനിയും തീരുമാനിക്കുന്നത് അങ്ങനെ ആരും അറിയൊന്നും വേണ്ട. ഇത് ഞങ്ങളെ ചെറിയൊരു പരിപാടി, ഫ്രണ്ട്സൊക്കെ കൂടി നടത്തുന്ന ചെറിയൊരു പരിപാടിയാണ്. മാത്രമല്ല അപ്പാപ്പന്റെ പറമ്പിലൊന്നുമല്ല, അവരുടെ പറമ്പിന്റെ അതിരിലാണ് നടത്തുന്നത് എന്നിങ്ങനെയുള്ള ചിന്താഗതിയാണ്. ബേസിലും മിനിയും തമ്മിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മിനിക്ക് ബേസിനോട് കുറച്ചൊരു അടുപ്പമുണ്ടാക്കുകയും അത് മറ്റു പലരും സംശയം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഡിലീഷ് പോത്തൻ പറയുന്നുണ്ട്, ഡിലീഷ് പോത്തൻ മാർഗം കൂടിയ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായ എതിർപ്പ്, അവരെ പുറത്ത് കാണിക്കാത്ത രീതിയിൽ ശക്തമായ എതിർപ്പുണ്ട്. ഒറ്റയടിക്ക് തന്നെ അപ്പാപ്പൻ പറയുകയാണ്, ബേസിൽ ഇനി ഇവിടെ വേണ്ട. സ്വന്തം മകനെ കൊല്ലാൻ ഡിലീഷ് പോത്തനെ തന്നെ ഏൽപ്പിക്കുകയാണ്. പോത്തൻ ആകെപ്പാടൊരു വല്ലാത്തൊരു വിഷമാവസ്ഥയിൽ നീങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് മകനെയും കൊണ്ട് നാട് വിട്ട് പോകാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും കുടുംബത്തിന് മറ്റുള്ളവർ ചേർന്ന്, അതായത് ഈ രഘുനാഥ് പാലേരിയൊക്കെ ചേർന്ന് വേറെ ആരെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കൊല്ലാൻ വന്ന 2 പേരെ ഡിലീഷ് പോത്തൻ ഏറ്റുമുട്ടുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഈ കുടുംബം പോലീസിനെ സ്വാധീനിച്ച് 2 മാവോയിസ്റ്റാണ് കൊല്ലപ്പെട്ടതെന്നും ഡിലീഷ് പോത്തൻ കൂട്ടത്തിൽ അവരുടെ മാവോയിസ്റ്റാണെന്നും അതുകൊണ്ട് തന്നെ ഡിലീഷ് പോത്തൻ അന്വേഷണത്തിലാണെന്നും ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കിക്കുകയാണ്. ഡിലീഷ് പോത്തനെ ബേസിലിനെ കൊല്ലാൻ മകളുടെ ഭർത്താവ് വിഷ്ണു അഗസ്ത്യ ബേസിലിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ ഏറ്റുമുട്ടുമ്പോൾ മകനെ രക്ഷിക്കാനായി ഡിലീഷ് പോത്തൻ എത്തുകയും വിഷ്ണു അഗസ്ത്യയും ഡിലീഷ് പോത്തനും തമ്മിൽ ഏറ്റുമുട്ടുകയും പിന്നീട് മകൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ച് മകനവസ്ഥയെ കീഴ്പ്പെടുത്തിയ ശേഷം മകനുമായി വീട്ടിലേക്ക് എത്തുന്ന ഡിലീഷ് പോത്തൻ മകൻ മരിച്ചു എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവരെ കുറച്ച് ആദിവാസികളൊക്കെ വട്ടം കൂടി നിന്ന് ഒരു ആദിവാസി മൂപ്പൻ മകനെ ചികിത്സിക്കുകയും ശ്വാസം നിലച്ച് മകന്റെ ശ്വാസം റിക്കവർ ചെയ്തെടുക്കുകയും ചികിത്സിക്കുകയും മെച്ചപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് ഈ പെൺകുട്ടി ഇതറിഞ്ഞ് വീട്ടിൽ വന്ന് വല്ലാതെ ബഹളം വയ്ക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ കുട്ടിക്ക് ബേസിലിന് ജീവൻ കിട്ടിയപ്പോൾ
ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീഷ് പോത്തൻ ഇവരുടെ വലിയ അപ്പാപ്പൻ്റെ വീട്ടിൽ വന്ന് പറയുകയാണ്, ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇതുവരെ എല്ലാ കാര്യങ്ങളും, ഇനി എൻ്റെ കുഞ്ഞിനെ എന്നെ അപകടത്തിൽപ്പെടുത്തിയാൽ ഇവിടെ എല്ലാവരും ഞാൻ കൊന്നിട്ടേ ഞാൻ നിർത്തുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ദിലീഷ് പോത്തൻ പോവുകയാണ്. ആകെ പരാജയപ്പെട്ട അവിടുത്തെ കാരണങ്ങളുടെ അപ്പാപ്പൻ രഘുനാഥ് പാലേരിയെ വിളിച്ചു പറയുകയാണ്, ബേബിയെ കുടുംബത്തെ കൊല്ലാനുള്ള ശ്രമം ഇനി വേണ്ട, പകരം ഒരു പണി ചെയ്യുക, നിന്റെ അനിയൻ്റെ മകളെ മിനിയെ കൊല്ലുക, ഈ സ്വത്ത് മുഴുവൻ നിന്റെ പേരിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വിൽപ്പത്രം ഞാൻ കത്തിക്കുമെന്ന് പറയുകയാണ്. പിന്നീട് സജി സോമൻ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പാപ്പൻ ചേട്ടനെ ഇരുന്ന് കരയുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പാപ്പൻ മരിച്ചു എന്ന് പറയുകയാണ്. അപ്പം അതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വിൽപ്പത്രം തൻ്റെ പേരിലാണ് മുഴുവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത്. പാലേരി അപ്പാപ്പനെ നൈസായിട്ടാണ് കൊന്നു. അതാണ് പടത്തിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ്. വിളിക്കും ബേബിയുടെ വീട്ടിലെ കാര്യസ്ഥൻ, ബേബി എല്ലാവരും വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടിരിക്കും, അപ്പാപ്പൻ മരണപ്പെട്ടു എന്ന് പറയും. തിരിച്ച് ബേബി വീണ്ടും ആ കുടുംബത്തിൽ വരുന്നതുമാണ് കാണിക്കുന്നത്. ഒരു ആവറേജ് ഒക്കെ ഫീലാണ് എനിക്ക് നൽകിയത്. പടത്തിന്റെ മുഖ്യ പോസിറ്റീവ് എന്ന് പറയുന്നത് പടത്തിന്റെ ക്യാമറ വർക്കാണ്. പടത്തിന്റെ അരുൺ ചാലിലാണ് പടത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വരുൺ കൃഷ്ണ, പ്രണവ് ദാസ് തുടങ്ങിയ രണ്ടുപേരാണ്. ഇത് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്താണ് ഈ പടത്തെ ഷൂട്ട് ചെയ്ത്. ആ ഒരു സിറ്റുവേഷനാണ് പടത്തിൽ കാണിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടറുകൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല. എനിവേ എന്ത് തന്നെ ആയാലും കാണാൻ താല്പര്യമുള്ളവർ OTT സ്ട്രീം ചെയ്യുന്ന സിനിമ ഒന്ന് കണ്ടു നോക്കുക. ബേബി എന്ന് പറയുന്ന ഈ സിനിമ ഒരു ആവറേജ് സ്ക്രിപ്റ്റിൽ ഒരു ആവറേജ് മേക്കിംഗ് കൊണ്ട് വൺ ടൈം വാച്ചബിളായിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്, അത് പല സ്ഥലത്തും സംസാരിക്കുന്നുണ്ട്. മതങ്ങളിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ചേക്കേറുന്നവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്ന ഒരു രീതി, അതുകൂടാതെ അപ്പനപ്പാപ്പന്മാരായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ബേബിയിൽ നിന്ന് അയാളുടെ മകളിനെ ബേസിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ആവണമെന്നും വെട്ടിപ്പിടിക്കണമെന്നും മോഹിക്കുന്ന ബേസിൽ സമൂഹത്തിലെ ഉന്നതിയോ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഉന്നതിയോ നോക്കാതെ ഫ്രണ്ട്ഷിപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഇപ്പോഴത്തെ തലമുറയും ഇതൊക്കെ തമ്മിലുള്ള ഒരു അന്തരം, ഇതൊക്കെ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ചർച്ച സിനിമ വഴിവെക്കുന്നുണ്ട്. എനിവേ എന്തിനായാലും ഒരു ആവറേജ് ഫീൽ എനിക്ക് സിനിമ മൊത്തത്തിൽ നൽകിയിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ഷൻ, സിനിമയുടെ ക്യാമറ വർക്ക്, കളർ ടോൺ ഉണ്ടല്ലോ, ആ ഒരു കളർ ടോൺ എനിക്ക് വല്ലാത്തൊരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഹൈ റേഞ്ചൊക്കെ അവർ പരിഗണിക്കുമ്പോൾ സിനിമയുടെ ആ കളർ ടോൺ ആ ഒരു രീതിയിൽ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നി. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം.